ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ മുന്നിലേക്ക് 2026 വരികയാണ്. ഇത് വെറുമൊരു പുതിയ വർഷമല്ല. അള്ളാഹു നിങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പുതിയ അവസരമാണ്. പുതിയ ദിവസങ്ങൾ വരും, പക്ഷേ നിങ്ങളുടെ ഹൃദയം മാറാതെ നിങ്ങളുടെ ലൈഫ് അതൊരിക്കലും ചേഞ്ച് ആകില്ല. ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ മാറ്റം തുടങ്ങേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിന്നാണ്. നമ്മൾ പലരും ഓരോ വർഷവും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ഈ ഒരു വർഷം എൻ്റെ ലൈഫ് മാറ്റണമെന്ന്. എന്നാൽ മാറാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റുന്നു. അള്ളാഹുവോട് നമ്മൾ സംസാരിക്കുന്ന രീതി അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാർത്ഥന. അത് എങ്ങനെ ഒരു ഹാബിറ്റാക്കി മാറ്റിയാൽ നമ്മുടെ ലൈഫ് അതിലൂടെ മാറുമെന്നാണ്. അതുപോലെ 2026 അള്ളാഹു നമ്മൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന വർഷമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. പ്രാർത്ഥന അത് വെറുമൊരു റിച്വൽ അല്ല, അത് അള്ളാഹുവുമായുള്ള ഒരു ബന്ധമാണ്. പലർക്കും നമസ്കാരം എന്നത് ഒരു ബാധ്യതയായിട്ട് തോന്നും. വേഗത്തിൽ തീർക്കണം, സമയമില്ല, നമസ്കരിക്കാനുള്ള മനസ്സില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമയം ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രാർത്ഥന എന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു ബാധ്യതയല്ല, അത് അള്ളാഹുവോട് നേരിട്ട് സംസാരിക്കാനുള്ള ഓരോ അവസരങ്ങളാണ്. ഖുർആനിലൂടെ പറയുന്നുണ്ട്, എൻ്റെ ദാസൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവനോട് വളരെ അടുത്താണ് എന്ന്. ഈ ഒരു പുതിയ വർഷത്തിൽ നമ്മൾ അള്ളാഹുവോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമസ്കാരം നമ്മുടെ ലൈഫിനെ ഒരുപാട് വഴികളിലൂടെ സുഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പല മുറിവുകളുണ്ട്, നമ്മളെ പലരും വിട്ടുപോയ വേദനകൾ, നമ്മുടെ വിജയിക്കാത്ത സ്വപ്നങ്ങൾ, ഒറ്റപ്പെടൽ, പേടി, അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റി. ഡോക്ടേഴ്സ് നമ്മുടെ ശരീരത്തെ ചികിത്സിക്കും, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവ് അത് അള്ളാഹുവാണ് മാറ്റുക. അള്ളാഹു പറയുന്നുണ്ട്, നമസ്കാരം സ്ഥിരമായി പാലിക്കുക, അത് എല്ലാ അശുദ്ധികളിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണ് എന്ന്. ഓരോ നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോഴും നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട്. ഫജ്ർ നമസ്കാരം ലൈഫിൽ പ്രതീക്ഷകൾ കൊണ്ടുവരുന്നു. ളുഹർ നമസ്കാരം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഒഴിവാക്കുന്നു. അസർ നമസ്കാരം ഓരോ വ്യക്തിയെയും ക്ഷമ, സമാധാനം ഇവ ട്രെയിൻ ചെയ്യിക്കുന്നു. മഅരിബ് നമസ്കാരം അള്ളാഹുവോടുള്ള നന്ദി ഓർമ്മിപ്പിക്കുന്നു. ഇഷാ നമ്മളെ ഇമോഷണൽ ഡിറ്റോക്സ് ചെയ്യുന്ന ഒരു മാർഗം കൂടിയാണ്. ഈ ഒരു 2026 നമസ്കാരം നമ്മുടെ തെറാപ്പിയാക്കി മാറ്റാം. നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുന്നത് ശീലിക്കുക. അവിടെയാണ് മാറ്റങ്ങൾ തുടങ്ങുന്ന നിമിഷങ്ങൾ. പലരും ചോദിക്കും, ഞാൻ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്ന്. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഉമ്മയോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉമ്മ ഉടനെ തരാം, അല്ലെങ്കിൽ വേറൊരു നല്ല സമയത്തിലേക്ക് മാറ്റിവെക്കും. അതുമല്ലെങ്കിൽ നമ്മൾ ചോദിച്ചതിനേക്കാൾ നല്ലത് നമുക്ക് നൽകും. അതുപോലെ അള്ളാഹു നമ്മുടെ ഏറ്റവും കരുണയുള്ളവനാണ്. നീ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അത് കേൾക്കുന്നു, അത് കാത്തുവെക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു നല്ലതിനെ നിനക്ക് നൽകുന്നു. പുതിയ വർഷത്തിൽ നിങ്ങൾ ഒരിക്കലും ദുആ നിർത്തരുത്. നിങ്ങളുടെ ദുആകളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാകണം. അതുപോലെ തഹജ്ജുദ് നമസ്കാരം അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന ഒരു രഹസ്യമാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയം ആകാശവും ഭൂമിയും ശാന്തമായിരിക്കുന്നു. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിന് മുന്നിൽ തുറക്കുക. അള്ളാഹു പറയുന്നുണ്ട്, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ നൽകാമെന്ന്. ലൈഫിൽ ഇമ്പോസിബിൾ പോലെ തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇനിയൊരു വഴിയില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, തഹജ്ജുദ് നമസ്കാരം അവിടെയാണ് നിങ്ങൾക്ക് മിറാക്കിൾസ് കൊണ്ടുവരുന്നത്. ഈ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾ രാത്രി അള്ളാഹുവോട് സംസാരിക്കുക, എന്നാൽ പകൽ നിങ്ങളെ അള്ളാഹു ഉയർത്തും. ഫ്രണ്ട്സ്, 2026 നിങ്ങളൊരു പുതിയ വ്യക്തിയാകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറണമെങ്കിൽ നിങ്ങൾ നമസ്കാരം ശീലിക്കണം.
ദുആ എന്നത് നിങ്ങളുടെ ശ്വാസം പോലെ എപ്പോഴും കൂടെയുണ്ടാകണം. അള്ളാഹു എന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കരുത്. എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ അള്ളാഹുവോട് അടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ ലൈഫിൽ ഒരുപാട് ഉയർത്തും. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, യാ അള്ളാഹ്, ഈ ഒരു പുതിയ വർഷം ഞങ്ങൾക്ക് മാറ്റത്തിൻ്റെ വർഷമാക്കണമേ. നമസ്കാരം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മരുന്നാക്കണമേ. ദുആകളെ നിരസിക്കപ്പെടാത്തതാക്കണമേ. ഞങ്ങളെ നിന്നോട് കൂടുതൽ അടുത്തവരാക്കണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.